ഹലോ! വീഡിയോയുടെ ടൈറ്റിൽ പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടത്തേക്കാണ് ട്ടോ പോകുന്നത്. നേരിയുള്ള കേരളീയ സമാജത്തിൻ്റെ പാട്ടറിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും വൈകിട്ട് 6:30-നാണ് പാട്ടറിങ്ങുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ പാട്ടറിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പാട്ടറിങ്ങിൽ ഹിന്ദി പാട്ടുകളാണ് ട്ടോ. ഓരോ തവണയും ഓരോരോ ആളുകളുടെ പാട്ടുകൾ. അങ്ങനെ ഓരോ പ്രത്യേകത ഉണ്ടാവും ട്ടോ ഓരോ പാട്ടുകൾക്ക്. അപ്പോൾ അത്തരം പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്തവണ ഹിന്ദി പാട്ടുകളാണ്. അപ്പോൾ ഹിന്ദി പാട്ടുകൾ അധികം വിനീഷേട്ടനും പൊടിക്കുഞ്ഞും അങ്ങനെ പാടിയിട്ടില്ല. നമുക്കധികം പ്രാക്ടീസ് ചെയ്യാനും സമയം കിട്ടില്ല. പനിയൊക്കെ ആയിരുന്നതുകൊണ്ട്. എന്നാലും നമ്മൾ പാട്ടറിങ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ച് പോയി നേരെ അമ്പലത്തിലൊക്കെ കയറിയിട്ട് നമ്മളിതാ കേരളീയ സമയത്ത് എത്തിയപ്പോഴത്തേക്കിൻ്റെ അവിടെ ഓണാഘോഷത്തിൻ്റെ കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 6:30 എന്ന് പറഞ്ഞാൽ 6:30 തന്നെ കറക്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ നിറഞ്ഞൊരു സദസ്സായി കേട്ടോ. ഒരുപാട് ആളുകൾ ഇത്തവണ പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. പുതിയ പുതിയ ആളുകൾ പാട്ടരങ്ങിലേക്ക് എത്തുകയും നന്നായിട്ട് പാട്ടുകൾ പാടുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു സ്റ്റേജിൽ ആ പാട്ട് പെർഫോം ചെയ്യുന്നത്. കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പാട്ടുകൾ പാടിയും ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഭയങ്കര സന്തോഷമാണ്. ആ ഒരു നിമിഷം നമ്മൾ ആ ഒരു പാട്ടിൻ്റെ ലോകത്ത് മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പാട്ടുകളൊന്നും ഇതിനകത്ത് ഇടാത്ത ഞാൻ പറഞ്ഞല്ലോ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പാട്ടുകളൊന്നും ആഡ് ചെയ്യാത്തത്. പൊടിമ തുझे देखा तो ये ജാനാസനം എന്നുള്ള പാട്ടും ബിനീഷേട്ടൻ ജാനം ദേഖ്ലോ എന്നുള്ള ആ ഒരു സോങ്ങുമാണ് കേട്ടോ പാടിയത്. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ലഘുഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിതാ 10:30 ആയി കേട്ടോ ഇറങ്ങിയപ്പോഴത്തേക്കും. അതാണ് പോകുന്ന വഴിക്കൊക്കെ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ് കേട്ടോ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് പോകുമ്പോൾ. ടൈമൊന്നും പോകുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഇതിനെപ്പറ്റി ഈ പാട്ടുകളെ പറ്റിയായിരിക്കും കേട്ടോ നമ്മളുടെ മനസ്സിൽ മുഴുവനും. ഇനിയിപ്പോൾ അടുത്ത തവണ പാട്ടെങ്കിൽ ഏത് പാട്ടുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയുള്ള പാട്ടുകളായിരിക്കും, ആരുടെ പാട്ടുകളായിരിക്കും, അങ്ങനെയൊക്കെ ചർച്ച ചെയ്തതാണ് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.